നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്വർണ്ണവില റോക്കറ്റ് വേഗതയിൽ കുതിപ്പ് തുടരുന്നു. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 295 രൂപയും പവന് 2360 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. നിലവിൽ 1,21,120 രൂപയാണ് സ്വർണത്തിന്റെ വിലയെങ്കിലും സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 1,36,865 രൂപയോളം നൽകേണ്ടി വരും. കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് പണിമുടക്കും. ചേർത്തല ഷിപ്പേഴ്സ് കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. വാഗ്ബടാനന്ദ സമുച്ചയത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാൻ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സാഹിത്യ സാംസ്കാരിക സംഘടനയായ കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 10ാമത് വാർഷികാഘോഷവും 9ാമത് പുരസ്കാര വിതരണ ചടങ്ങും ഫെബ്രുവരി 8-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രത്യേക യോഗത്തിലാണ് മന്ത്രി തീരുമാനമറിയിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്ന സാഹചര്യത്തിൽ അലംഭാവം തുടരുന്ന കരാർ കമ്പനികൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല അരൂർ മേഖലയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ നിരന്തരം പൈപ്പുകൾ പൊട്ടുന്നത് മൂലം ദിവസങ്ങളോളം കുടിവെള്ളം വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൊവ്വാഴ്ച 11ാം മൈലിൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി 2 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന കർശന നിർദ്ദേശവും മന്ത്രി കരാർ കമ്പനിക്ക് നൽകി. അതുവരെ ചേർത്തല നഗരസഭ തണ്ണീർമുക്കം, ചേർത്തല തെക്ക്, കഞ്ഞിക്കുഴി, മുഹമ്മ, മാരാരിക്കുളം വടക്ക് എന്നിവിടങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാനും കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ADM ആശാസി എബ്രഹാം, ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി, അശോക് ബിൽഡ് കോൺട്രാക്ട്, KCC കരാർ കമ്പനി എന്നീ പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ ആലപ്പുഴ കളക്ടറേറ്റിൽ നടത്തിയ യോഗത്തിൽ സംബന്ധിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റോക്കറ്റ് വേഗതയിൽ കുതിപ്പ് തുടരുന്നു. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 295 രൂപയും പവന് 2360 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. നിലവിൽ 1,21,120 രൂപയാണ് സ്വർണത്തിന്റെ വിലയെങ്കിലും സ്വർണ്ണാഭരണം വാങ്ങുവാൻ 1,36,865 രൂപയോളം ഉപഭോക്താവിന് നൽകേണ്ടി വരും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡ് വിധിച്ചുള്ള കുതിപ്പ് തുടരുന്നു. 1,21,120 രൂപയാണ് ബുധനാഴ്ചത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%വും 3% GST കൂടി ഉൾപ്പെടുത്തുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി ഉപഭോക്താവ് 1,36,865 രൂപയോളം നൽകേണ്ടി വരും. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 295 രൂപയും പവന് 2360 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ജനുവരി 1-ന് ഒരു പവൻ സ്വർണത്തിന് 99,040 രൂപയായിരുന്നു വില. ജനുവരി 5-നാണ് സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നത്. കേവലം 28 ദിവസം കൊണ്ട് 22,080 രൂപയുടെ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കണ്ട് വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടുന്നതും ഡോളർ രൂപ വിനിമയ നിരക്കിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും സ്വർണ്ണവില വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണമാകുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉത്സവ വിവാഹ സീസൺ കൂടി വരുന്നതോടെയും രാജ്യാന്തര സ്വർണ്ണ വിപണിയിലെ കാര്യങ്ങൾ ഇതേ ഗതിയിൽ തുടരുകയോ ചെയ്താൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുകയറ്റമുണ്ടാകുമെന്നും സ്വർണ്ണ വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. അതേസമയം അടിക്കടി സ്വർണ്ണവില റോക്കറ്റ് വേഗതയിൽ ഉയരുന്നതിനാൽ ഈ മേഖലയിലെ ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് പണിമുടക്കും. ചേർത്തല ഷിപ്പേഴ്സ് കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കയർ ഫാക്ടറി മേഖല കേന്ദ്രീകരിച്ചാണ് 30-ാം തീയതി പണിമുടക്ക് സമരം നടത്തുന്നത്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ്. ഈ 2 താലൂക്കുകളിലാണ് കയർ ഫാക്ടറി സെക്ടർ എന്ന് പറയുമ്പോൾ കയർ സെക്ടർ, കയറിനകത്ത് പ്രധാനമായിട്ടും 2 സെക്ടർ ഉള്ളതിൽ
പ്രോഡക്റ്റ് സെക്ടർ എന്ന് പറയുന്ന ഉൽപ്പന്ന മേഖല മേജർ സെക്ടർ എന്ന് പറയുന്ന ഈ 2 താലൂക്കിലാണ്. നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ എടുത്താൽ തന്നെയും അതുള്ളത് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലാണ്. അപ്പോൾ ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളമുള്ള പുനർക്രമീകരണങ്ങൾ കാലാവധി കഴിഞ്ഞിട്ട് 6-7 മാസം കഴിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടിയുള്ള ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് CRC ആണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അവിടെയാണ് അതിൻ്റെ ചർച്ച നടക്കേണ്ടത്. കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് പണിമുടക്കും ചേർത്തല ഷിപ്പേഴ്സ് കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2025 ജൂലൈ 31-ന് അവസാനിച്ച കയർ ഫാക്ടറി തൊഴിലാളികളുടെ ദീർഘകാല കരാർ പുതുക്കി കൂലി വർദ്ധിപ്പിക്കണമെന്നും കയറ്റുമതി സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും കരാർ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തണമെന്നും CIRC തീരുമാനം അനുസരിച്ചുള്ള കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുമാണ് സൂചനാ പണിമുടക്കും തുടർന്ന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്. സംയുക്ത സമരസമിതി ചെയർമാൻ AK രാജൻ, ജനറൽ കൺവീനർ PV സത്യനേശൻ, ബിനീഷ് ബോയ്, സലീം ബാബു, CS രമേശൻ, രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാഗ്ബടാനന്ദ സമുച്ചയത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാൻ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വാഗ്ബടാനന്ദന്റെ ഒരു കാലഘട്ടത്തിൽ 1885 മുതൽ 1939 സമാധി ആയതിനു ശേഷം ഇന്നേ വരെ വാഗ്ബടാനന്ദന് വേണ്ടി ഒരു സ്മാരകമോ മറ്റ് പദ്ധതികളൊന്നും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. പല നിവേദനങ്ങൾ നടത്തിയിട്ട് പോലും യാതൊരു പരിഗണന പോലും നൽകാതെ അദ്ദേഹത്തെ അവഗണിക്കുന്ന നയമാണ് കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരുന്നത്. സ്മാരകം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ വാഗ്ബടാനന്ദൻ്റെ സമാധി ജനന ദിവസങ്ങൾക്ക് അവധി നൽകുക, അതുപോലെ തന്നെ ഗവൺമെൻറ് കലണ്ടറിൽ അദ്ദേഹത്തിൻ്റെ ഈ അവധി ദിവസങ്ങൾ രേഖപ്പെടുത്തുക തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ, വാഗ്ബടാനന്ദ സാംസ്കാരിക സമിതി തുടങ്ങിയ ആവശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നെങ്കിൽ പോലും അവയിലൊന്നും ഒരു പരിഗണന കിട്ടാതെ അവഗണിക്കുന്ന നയമാണ് മുൻ ഗവൺമെൻറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ബടാനന്ദ സമുച്ചയത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാൻ നടപടി കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണനാണ് ഈ വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സമുച്ചയം നിർമ്മിക്കണമെങ്കിൽ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകണം. ഇതിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം. വാഗ്ബടാനന്ദ സ്മാരക സമിതി രൂപീകരിക്കണം. മാത്രമല്ല, വാഗ്ബടാനന്ദന്റെ ജനന സമാധി ദിനങ്ങൾ അവധി ദിനങ്ങളായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക സംഘടനയായ കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 10ാമത് വാർഷികാഘോഷവും 9ാമത് പുരസ്കാര വിതരണ ചടങ്ങും ഫെബ്രുവരി 8-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവി മുട്ടത്ത് സുധ കേരള ജുഡീഷ്യൽ സർവീസിലെ ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ചു. അതിനുശേഷം കൺസ്യൂമർ റിട്രസൽ കൗൺസിലിൻ്റെ ജില്ലാ ജഡ്ജിയായിരുന്നു. പെട്രോളിയം ഡീലർഷിപ്പ് വകുപ്പിൻ്റെ സംസ്ഥാന ചെയർമാനായിരുന്നു. അത് അദ്ദേഹം പിന്നീട് രാജിവെച്ചു. അങ്ങനെ ഔദ്യോഗിക തലങ്ങളിലും ഏതാണ്ട് 26ഓളം കവിതാ പുസ്തകങ്ങൾ രചിച്ച ആളുമാണ്. 1965 ആരംഭിച്ച കേരളത്തിലെ ആധുനിക കവിതാ പ്രസ്ഥാനത്തിന് ആദ്യ ചുവടുവയ്പ് നടത്തിയ ആളുകളിൽ ഒരാൾ കൂടിയാണ് മുട്ടത്ത് സുധ. അദ്ദേഹത്തിൻ്റെ പേരിൽ 10 വർഷമായി നടത്തിവരുന്ന പരിപാടികൾ നടത്തിവരുന്ന ഞങ്ങൾ സാഹിത്യ സാംസ്കാരിക സംഘടനയായ കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 10ാമത് വാർഷികാഘോഷവും 9ാമത് പുരസ്കാര വിതരണ ചടങ്ങും ഫെബ്രുവരി 8-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഈ വർഷത്തെ പുരസ്കാരം രാത്രിയുടെ നിറമുള്ള ജനാല എന്ന കവിതാ സമാഹാരത്തിനാണെന്നും ചേർത്തല NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആര്യാംബികയ്ക്കാണ് ഈ വർഷത്തെ പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 8-ന് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങും പൊതുസമ്മേളനവും പ്രമുഖ കവിയും വിവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ ദശമാംബം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. VP ജയചന്ദ്രൻ, മുട്ടം CR ആചാര്യ, സുരേഷ് മണ്ണാറശാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്വർണ്ണവില റോക്കറ്റ് വേഗതയിൽ കുതിപ്പ് തുടരുന്നു. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 295 രൂപയും പവന് 2,360 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. നിലവിൽ 1,21,120 രൂപയാണ് സ്വർണത്തിന്റെ വിലയെങ്കിലും സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 1,36,865 രൂപയോളം നൽകേണ്ടി വരും. കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് പണിമുടക്കും. ചേർത്തല ഷിപ്പേഴ്സ് കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. വാഗ്ബടാനന്ദ സമുച്ചയത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാൻ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സാഹിത്യ സാംസ്കാരിക സംഘടനയായ കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 10ാമത് വാർഷികാഘോഷവും 9ാമത് പുരസ്കാര വിതരണ ചടങ്ങും ഫെബ്രുവരി 8-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.